नेक्स्ट पेज नंबर 76, फर्स्ट पैराग्राफ। यदि बात यही ख़त्म हो जाती तो भी कुछ अधिक न बिगड़ता, पर सच्चाई यह है कि एक बार झूठ बोल देने से कभी काम नहीं चलता। उस झूठ को छिपाने के लिए फिर और कई झूठ बोलने पड़ते हैं, कई और बहाने बनाने पड़ते हैं और छल कपट भी किए जाते हैं। सुरेश को भी ऐसा ही करना पड़ा, क्योंकि वो जानता था कि कुछ दिनों के पश्चात रिपोर्ट बुक घर में भेजी जाती है। उसने सोचा, यदि ऐसा हो गया तो मेरे झूठ की पोल खुल जाएगी। अतएव अपने पहले झूठ को छिपाने के लिए उसने एक और जालसाजी की। अपनी रिपोर्ट बुक पिताजी को ला दिखलाई, जिसके अनुसार वो परीक्षा में उत्तीर्ण था और प्रत्येक विषय में उसके बहुत अच्छे अंक दिखाए गए थे। इसी से उसके पिताजी को संदेह हुआ। यदि बात यही ख़त्म हो जाती तो भी कुछ अधिक न बिगड़ता। അപ്പോൾ കാര്യങ്ങൾ ഇത്രയുമായിട്ട് നിർത്തിയിരുന്നെങ്കിൽ കൂടുതലൊന്നും മോശമാകില്ലായിരുന്നു അല്ലേ. പാസ് ഹോ ഗയാ ഹൂ എന്ന് മാത്രം പറഞ്ഞതാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ അതിന് ശേഷവും പലതും സംഭവിച്ചു എന്നാണ് പറയുന്നത്. पर सच्चाई है कि സത്യം എന്താണെന്ന് വെച്ചാൽ एक बार झूठ बोल देने से कभी काम नहीं चलता. ഒരു കളവ് പറയണമെങ്കിൽ നമ്മൾ അതിൻ്റെ തുടർച്ചയായി ഒരുപാട് കളവുകൾ പറയേണ്ടി വരും അല്ലേ. उस झूठ को छिपाने के लिए फिर और कई झूठ बोलने पड़ते हैं. ആ കളവിനെ മറയ്ക്കാൻ വേണ്ടി പിന്നീട് ഒരുപാട് കള്ളത്തരങ്ങൾ പറയേണ്ടതായിട്ട് വരും. കൈ और ബഹാനെ ബനാനെ പड़ते हैं. മറ്റ് ഒരുപാട് ബഹാന എന്ന് പറഞ്ഞാൽ നിമിത്തം അല്ലെങ്കിൽ എക്സ്ക്യൂസ് എന്ന് പറയും അല്ലേ. പിന്നീട് അതിനു വേണ്ടി ഒരുപാട് എക്സ്ക്യൂസ് പറയേണ്ടി വരും. और छल कपट भी किए जाते हैं. ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കേണ്ടി വരും. അതാണ് छल कपट എന്ന് പറഞ്ഞാൽ കള്ളത്തരം. ഓക്കെ. സുരേഷ് ഗോപി ഐസാ ഹി കർനാ പട. സുരേഷിനും അങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നു. ഒരു കളവിനു പകരം അവൻ ഒരുപാട് കളവ് ചെയ്തു അല്ലേ. യദി ഐസാ ഹോ ഗയാ തോ മേരെ ഝൂഠ് കി പോൾ ഖുൽ ജായേഗി. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ കള്ളത്തരം തെളിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ച് അവൻ വീണ്ടും വീണ്ടും കളവുകൾ പറഞ്ഞു. अतएव अपने पहले झूठ को छिपाने के लिए उसने एक और जालसाजी की. जालसाजी എന്ന് വെച്ചാൽ ധോക്കാധടി എന്ന് പറയും, ചീറ്റിംഗ്. അപ്പോൾ അവൻ്റെ കളവിനെ മറയ്ക്കാൻ വേണ്ടി അവൻ തുടർച്ചയായി കണ്ടിന്യൂസ് കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ്റെ അച്ഛനെ അമ്മമാരെ ഒക്കെ ചീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. अपनी റിപ്പോർട്ട് ബുക്ക് പിതാജി കോ ലാ ദിഖ്ലായി. പിന്നെ ഫെയിലായ അവൻ തൻ്റെ റിപ്പോർട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്കൂളിൽ നിന്ന് തരുന്ന റിപ്പോർട്ട് കാർഡ്, അത് അച്ഛന് കൊണ്ടുവന്ന് കൊടുത്തു. ജിസ്കെ അനുസാർ വോ പരീക്ഷാമേ ഉത്തീർണത. ആ റിപ്പോർട്ട് കാർഡ് പ്രകാരം അവൻ പരീക്ഷയിൽ പാസ്സായിട്ടുണ്ട്. ആ പ്രത്യേക വിഷയമേ ഉസ്കെ ബഹുത് അച്ഛേ അങ്ക് ദിഖായേ ഗേ ഥേ. പിന്നെയോ ഓരോ വിഷയത്തിൽ അവന് നല്ല മാർക്കാണ് കാണിക്കുന്നത് റിപ്പോർട്ട് കാർഡിൽ. ഇസീസെ ഉസ്കെ പിതാജി കോ സന്ദേഹ ഹുവ. വീട്ടിൽ നിന്നാണെങ്കിൽ ഒന്നും പഠിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇതിൽ നിന്നാണ് അച്ഛന് സംശയം ഉണ്ടായത്. സുരേഷ് ഫെയിലായി, പക്ഷേ റിപ്പോർട്ട് കാർഡിലൊക്കെ നല്ല മാർക്ക്, അച്ഛനെ കാണിച്ച സൈൻ ചെയ്യിക്കണ്ടേ, അപ്പോൾ അതിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അത് കണ്ടതും അച്ഛന് അത്ഭുതമായി, ഇതെന്താ സംഭവിച്ചത്. ഉനോനെ സോച്ച. അദ്ദേഹം ചിന്തിച്ചു, ये कैसे हो सकता है कि सारा साल तो मासिक, त्रैमासिक और छमाही परीक्षाओं में यह या तो फेल होता रहा या बड़ी मुश्किल से पास हुआ, फिर इस नौमासी परीक्षा में वो एकदम इतना योग्य कैसे बन गया. हो ना हो इसमें कोई रहस्य अवश्य होना चाहिए. അങ്ങനെ ഉനോനെ സോച്ച. അച്ഛൻ വിചാരിക്കുകയാണ്, മനസ്സിൽ ചിന്തിക്കുകയാണ്, ये कैसे हो सकता है कि सारा साल तो मासिक, त्रैमासिक और छमाही परीक्षाओं में यह या तो फेल होता रहा या बड़ी मुश्किल से पास हुआ. അപ്പം അദ്ദേഹം ചിന്തിക്കുകയാണ്, സാരാ സാൽ മുഴുവൻ വർഷങ്ങളും, ഹോൾ ഇയർ അല്ലേ, മാസിക് എന്ന് പറഞ്ഞാൽ മന്ത്ലി, ത്രൈമാസിക് എന്ന് വെച്ചാൽ ക്വാർട്ടേർലി, और छमाही എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർലി അല്ലേ,
മാസിക എന്ന് പറഞ്ഞാൽ ഓരോ മാസവും നടത്തുന്ന പരീക്ഷ. ത്രൈമാസികം എന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ നടത്തുന്ന, ക്വാർട്ടർലി ആയിട്ട് നടത്തുന്ന പരീക്ഷ. പിന്നെ ചമാഹി എന്ന് പറഞ്ഞാൽ വാർഷിക പരീക്ഷയാണ്, ഹാഫ് ഇയർലി എക്സാം, 6 മാസത്തിലൊരിക്കലും നടത്തുന്നത്. പരീക്ഷാവും മേ യഹ് യാ തോ ഫെയിൽ ഹോത്താ രഹാ യാ ബഡി മുഷ്കിൽ സേ പാസ് ഹോ. ചിലപ്പോൾ അവൻ വളരെ കഷ്ടപ്പെട്ടാണ് പാസ്സാവുന്നത്, അല്ലെങ്കിൽ അവൻ തോൽക്കുകയാണ് ചെയ്യുന്നത്. ഫിർ ഇസ് നൗമാഹി പരീക്ഷാമേ, പക്ഷേ ഈ ലാസ്റ്റ് റിസൾട്ടിൽ वो एकदम इतना योग्य कैसे बन गया. റിപ്പോർട്ട് കാർഡ് കിട്ടിയപ്പോൾ, ആ 9ാമത്തെ മാസത്തെ പരീക്ഷ നടത്തിയ റിപ്പോർട്ട് കാർഡ് കിട്ടിയപ്പോൾ അവൻ എല്ലാ വിഷയത്തിലും നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ട്. അതിനു മുന്നേ ഫെയിലായതിലൊക്കെ നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ട്. ഹോ ന ഹോ, സംഭവിച്ചാലും ഇല്ലെങ്കിലും, ഇസ്മേ കൊയ് രഹസ്യ അവശ്യ ഹോനാ ചാഹിയെ, ഇതിലെന്തോ ഒരു സീക്രട്ട് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി, അവൻ്റെ അച്ഛന് തോന്നി. എന്നിട്ടോ വേ റിപ്പോർട്ട് ദേക്കർ ഉസ് സമയത്തോ ചുപ്പ് രഹുകെ, ആ റിപ്പോർട്ട് കണ്ട് ആ സമയത്ത് അച്ഛനൊന്നും മിണ്ടിയില്ല. അച്ഛനറിയാം എൻ്റെ മോൻ എത്രമാത്രം പഠിക്കുന്നുണ്ട് എന്ന്, അല്ലേ? അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാർക്ക് മക്കൾ എന്ത് ചെയ്താലും അച്ഛനമ്മമാർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അച്ഛനമ്മമാർ അത് പെട്ടെന്ന് കണ്ടുപിടിക്കും. നിങ്ങളുടെ ഒരു മുഖഭാവം കൊണ്ടോ, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ നിങ്ങളുടെ ഉള്ളിലുള്ള കളവിനെ കണ്ടുപിടിക്കാൻ അച്ഛനമ്മമാർക്ക് സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ സുരേഷിൻ്റെ കാര്യത്തിലും ഉണ്ടായി. വേ റിപ്പോർട്ട് ദേക്കർ ഉസ് സമയത്തോ ചുപ്പ് രഹുകെ, പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചില്ല. ആ റിപ്പോർട്ട് കാർഡ് കണ്ടതും അദ്ദേഹം കുറച്ച് സമയം മിണ്ടാതിരുന്നു. എന്നിട്ടോ पर बाद में उन्होंने चुपके चुपके पता लगाया तो विदित हुआ कि സുരേഷ് ബാബു एक नहीं 3 വിഷയോं में फेल है. പക്ഷേ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. അദ്ദേഹം മെല്ലെ, അവനറിയാതെ മറ്റുള്ളവരിലൂടെ അവൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ചുപ്കെ ചുപ്കെ എന്ന് പറഞ്ഞാൽ സൈലൻ്റ്ലി, പതാ ലഗായ തോ വിദിത് ഹുവ, വിദിത് ഹോന എന്ന് വെച്ചാൽ മാലൂം ഹോന എന്നാണ് അർത്ഥം. ടു നോ. വിദിത് ഹുവ കി സുരേഷ് ബാബു ഏക് നഹി 3 വിഷയോं में फेल है, ഒരു വിഷയത്തിൽ മാത്രമല്ല 3 വിഷയങ്ങളിലും ഫെയിലായിട്ടുണ്ടെന്ന് മനസ്സിലായി. അബ് ക്യാ ഹോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സുരേഷ് കോ കഷ്ടോ തോ ഖൂൻ നഹി, സുരേഷ് കോ കാണ്ടോ തോ ഖൂൻ നഹി എന്ന് വെച്ചാൽ സുരേഷിന് കാണ്ടോ തോ ഖൂൻ നഹി, അതൊരു പ്രൈസാണ്, ഒരു പ്രയോഗമാണ്. അവനത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള. ചലാത്ത ബഡാ ചാലാക്ക് ബെന്നെ, അവൻ വലിയ സ്ലവർ, സൂത്രശാലിയാവാൻ വേണ്ടി ശ്രമിച്ചതാ. പറാഖിർ ഉസീക്കോ ലജ്ജിത് ഹോനാ പട, ലാസ്റ്റ് അവന് തന്നെ നാണക്കേടാവേണ്ടി വന്നു, അല്ലേ? വോ പച്താനെ ലഗാക്കി മേനെ ജൂട്ട് ക്യോം ബോലാ, ഇപ്പോഴാണ് അവൻ പശ്ചാത്തപിക്കാൻ തുടങ്ങിയത്. ഞാൻ എന്തിനാണ് കളവ് പറഞ്ഞത്, കളവ് പറയേണ്ടായിരുന്നു എന്ന് അവൻ്റെ മനസ്സിൽ ഇപ്പോഴാണ് തോന്നലുണ്ടായത്. ഓക്കെ, ഇത്രയും മക്കൾ നന്നായി വായിച്ച് പഠിക്കുക. വി വിൽ കണ്ടിന്യൂ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ പാരഗ്രാഫ്, ഇപ്പോൾ മിസ് എടുത്ത ഇത്രയും പാരഗ്രാഫ് നന്നായി വായിച്ച് പഠിക്കുക. അടുത്ത ആഴ്ച മിസ് കർണിക മിത്രപ്രേം എന്നുള്ള ലെസൻ്റെ എക്സാം വയ്ക്കുന്നതാണ്. ഓക്കെ, നമഃ ശിവായ.